അപ്പോൾ നമ്മൾ ടോട്ടലി മൂഞ്ചിട്ട് നിൽക്കുകയാണ്. ഈ ട്രെയിൻ നോക്കുമ്പോൾ 4:15. ഇപ്പം അതും പോയി ഇതും പോയി എല്ലാം. തപോവരിഷ്ഠ ആശ്രമം ആശ്രമമാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് പത്തനംതിട്ട വരെ പോവാണ്. കല്യാണത്തിന്, ശില്പന്റെ ഫ്രണ്ടിന്റെ കല്യാണമാണ്. കല്യാണമല്ല, എന്താ നിക്കാഹിനാണ്. അപ്പൊ ഇനി പോവാൻ നിക്കാണ്. സമയം ഇപ്പോ 3:07. അപ്പൊ നമ്മള് എത്ര മണിക്കാണ് ബസ് ഇവിടുന്ന് 4:15 ആവുമ്പോ തൃശ്ശൂർ പോയിട്ട് 6:15 ട്രെയിനിൽ കയറി പോവാനാണ് പ്ലാൻ ഇട്ടിരിക്കണം. അപ്പൊ എന്തായാലും ഇനി കുളിച്ച് റെഡി ആയിട്ട് കാണാം. ബായ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ടോട്ടലി മൂഞ്ചിട്ട് നിൽക്കുകയാണ്. ഭയങ്കര വിഷമമുണ്ട്. ഞാൻ ഫുള്ള് റെഡിയായി നിൽക്കുകയാണ്. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇത് എന്താന്ന് വെച്ചാൽ നമ്മള് ഒരു ഇന്ന് എണീച്ചല്ലോ, 3 മണിക്ക് എണീച്ച് റെഡി ആവാന്നൊക്കെ പറഞ്ഞ് ഒക്കെ സെറ്റ് ചെയ്തു. 4:15 ഇവിടുന്ന് ഒരു ബസ് ഉണ്ട് തൃശ്ശൂർക്ക്. ഒരു KSRTC ബസ് ഉണ്ട് 4:15 തൃശ്ശൂർക്ക്. അവിടെ പോയിട്ട് ട്രെയിൻ കയറി പോവാന്നാ പ്ലാൻ ചെയ്തത്. ബട്ട് ആ ബസ് ഇന്ന് നോക്കിയില്ല ഗൈസ്, പെട്ടു. പിന്നെ ഇവിടുന്ന് ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പറയുമ്പോൾ 5:15 5:30 ആവും. അതിൽ പോയിക്കാൻ ഒരിക്കലും ആ ട്രെയിൻ കിട്ടില്ല. ഞങ്ങൾക്കാണെങ്കിൽ ട്രെയിന് 6:15 ട്രെയിൻ ഉണ്ടായിരുന്നു തൃശ്ശൂരിന്ന്. പിന്നെ ഇവിടെ കഴിഞ്ഞിട്ടുള്ള അടുത്ത ട്രെയിൻ വരുന്നത് 11:30. അല്ല, പിന്നെ ഇവിടുന്ന് പാലക്കാട് ട്രെയിൻ ഉണ്ടായിരുന്നു. അത് 4:15 എന്തോ. ഞങ്ങൾ അവിടെ ബസ് ഇല്ലാന്ന് അറിഞ്ഞപ്പോഴാണ് ഈ ട്രെയിൻ നോക്കുമ്പോൾ 4:15. ഇപ്പൊ അതും പോയി ഇതും പോയി എല്ലാം അവസ്ഥയായി. പിന്നെ 11 മണിന്റെ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിൽ തിരിച്ചെത്താൻ പറ്റില്ല. അവിടെ 11 മണിക്കല്ല, ആ ഫംഗ്ഷൻ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റും തോന്നിയില്ല എനിക്ക്. കാരണം 11 മണിക്ക് പോയി കഴിഞ്ഞാൽ 11 മണിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എത്താനേ എത്ര മണിയാവും? 12, 1, 2, 3, 4, 4-5 മണിയാവും അവിടെ എത്താൻ. പിന്നെ അവിടെ എത്തിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾക്ക് തിരിച്ചുള്ള ട്രെയിൻ എന്ന് പറയുന്നത് 2:55 അപ്പൊ അതിനും വരാൻ പറ്റില്ല. ശരിയെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ന് ഒഴിവാക്കിയതല്ല, അത് ഒഴിവായി. അറിയില്ല, അത് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ കണ്ടതാ റെഡിയായി നിൽക്കണതാ, നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അതുപോലെ ഇന്നലെ തൊട്ടേ ഞങ്ങൾ അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇനി എന്തായാലും കല്യാണത്തിന് എന്തായാലും ഞങ്ങള് പോവും. നിക്കാഹായിരുന്നു, കല്യാണത്തിന് എന്തായാലും പോകണമെന്നാണ് വിചാരിച്ചത്. മാരേജിന് എന്തായാലും പോവും. വണ്ടിയിലാണെങ്കിലും എങ്ങനെയെങ്കിലും ഇപ്പോൾ അവിടെ എത്തും. കാരണം ഇത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് ഒരു പറ്റിയൊരു ഇതായി. ശരി, അപ്പൊ എന്തായാലും ഞങ്ങള് ഇന്ന് എന്തായാലും വണ്ടിത്താവളം പോവാന്ന് വിചാരിച്ചു. അച്ഛന്റെ വീടാണ് വണ്ടിത്താവളം. അവിടെ അമ്മയും അച്ഛനൊക്കെ ഓൾറെഡി പോയി. അവിടെ കൊയ്ത്ത് കഴിഞ്ഞതിന്റെ നെല്ലിന്റെ എന്തൊക്കെയോ പണിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പണി ചെയ്യാനൊന്നുമല്ല, അവിടെ പോയി ഞങ്ങള്. അപ്പൊ അവർക്ക് അവിടെ പണിയാണ്. അവിടെ പണി എന്തോ അവള് പോയി എന്താ നോക്കിട്ട് നോക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പോവാൻ നിക്കാണ്. ഓക്കെ, ബാക്കിയാണ്. ബൈ ഗൈസ്. ഇവൻ നിക്കാഹിന് പോവാൻ വേണ്ടിട്ട് എടുത്തു വെച്ച കോസ്റ്റ്യൂമാണിത്. അങ്ങനെയുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ കുഞ്ഞുവാവിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ ഞങ്ങൾ 3 വയസ്സാണ് തോന്നുന്നു, അറിയില്ല. ഞങ്ങളെ അവിടുന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് പോണം. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോയിട്ട് വേണം ഇനി വണ്ടിത്താവളത്തേക്ക് പോവാൻ. എന്തായാലും ഇവിടേക്ക് പോവാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗൈസ്, അപ്പൊ നമ്മള് കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞിട്ട് ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വന്നു. ഇനി നമുക്ക് പോവാം. ഇനി നമ്മൾ നേരെ വണ്ടിത്താവളം പോവാം ഗൈസ്. അപ്പൊ ബൈ. ഗൈസ്, ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തി. കാണിച്ചു തരാം ഗൈസ്. ഈ വ്യക്തിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അമ്മ? അമ്മയുണ്ട്. ഗൈസ്, ഇവിടെ അച്ഛൻ ഇരിക്കുന്നുണ്ട്.
ഇവിടെയൊക്കെ ഫുള്ള് പണിയാണ്. കാണിച്ചു തരാം. ഫസ്റ്റാ ഇതാണ് ഗൈസ് വീട്. കാണില്ല അല്ലേ? ഇത് വലിയച്ഛനാണ്. പിന്നെ ഇവിടെയും പണിയുണ്ട് കുറെ. ഇവിടെയും ഫുള്ള് നെല്ല് കാച്ചമ്മ. ഗായ്സ് അപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി ഇനി അമ്മയും അച്ഛനൊക്കെ കുറച്ച് നേരം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഞങ്ങൾ ഇറങ്ങി. ഇതാണ് ഇവിടുത്തെ ആശ്രമം. ഇത് കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. നിങ്ങൾ കുറച്ച് ഫേമസ് ആണ്. യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കാണിച്ചു തരാം. തപോവരിഷ്ഠ ആശ്രമം ഇവിടെ ഒരു ആശ്രമമാണ് ഗൈസ്. ഇതാണ് ഇവിടുത്തെ ആശ്രമം. ഇതിൽ കയറാനൊക്കെ പറ്റും. ഇപ്പം എന്തായാലും കയറണ്ട, ഉച്ചയായി. സെറ്റാണ്, അകത്തൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ വ്ളോഗ് പിന്നെ ഒരു ദിവസം ഇനി വരുമ്പോൾ എടുത്തിട്ട് ഞങ്ങൾ അകത്തൊക്കെ പോയിട്ട് ഫുള്ള് ഉള്ളെല്ലാം കാണിച്ചു. സെറ്റാണ്. അകത്തൊക്കെ നല്ല സ്പേസും കാര്യങ്ങളും നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. ഇനി നേരെ വീട്ടിൽ പോവാ, അല്ലെങ്കിൽ കഴിക്കണം. ഈ സ്ഥലം മൊത്തം ഇങ്ങനെയാണ്, ഒരുമാതിരി എന്താ പറയാ, ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ പോലത്തെ ഒരു ഗ്രാമ സ്ഥലമാണ്. നമ്മുടെ വീടും അങ്ങനെ തന്നെ, ഒരു പഴയ തറവാട് പോലത്തെ അങ്ങനത്തെ സെറ്റപ്പാണ്. വീട് കാണിച്ചാ വ്ലോഗില്. അപ്പോൾ ഗായ്സ് നമുക്ക് ഇനി എന്തായാലും കഴിക്കാൻ പോവാ അല്ലേ? കഴിച്ചിട്ട് പോവാം. ഗായ്സ് നമ്മളതാ വരുന്ന വഴി ചെരുപ്പ് അവിടെ ഊരിയിട്ടിട്ട് വന്നു. വരുന്നിട്ടിപ്പോ ഇനി ഇതിൽ കൂടെയാ പോകേണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ അപ്പുറത്ത് പോയി നിൽക്കാന്ന്. കാരണം ബാലൻസ് കിട്ടില്ലല്ലോ. ഞാൻ കാണിച്ചു തരാം ശ്യാമ ഇങ്ങനെ വരുന്നതെന്ന്. ആയിരിക്കണം. ഗായ്സ് നമ്മൾ ഹോട്ടലെത്തി. ഇനി ഇവിടെ നിന്ന് കഴിക്കണില്ല, എന്തായാലും വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഗായ്സ് അങ്ങനെ 2 മാസം ഓർഡർ ചെയ്തു. ഇപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗായ്സ് അങ്ങനെ തിരിച്ച് വീടെത്തി. ഇനി ഫുഡ് കഴിക്കാം. സമയം ഇപ്പോൾ 2 മണിയാവണം. ഗായ്സ് അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസാണ് വാങ്ങിച്ചത്, അത് കഴിക്കാം ഇനി. അപ്പോൾ ഗായ്സ് ഇനി എന്തായാലും കഴിക്കട്ടെ. വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.